തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തിരമായി ഇറക്കി. റഡാറുമായുള്ള ബന്ധത്തിൽ തകരാറ് നേരിട്ടതിനെ തുടർന്നാണ് ലാൻഡിംഗ്. 5 എംപിമാരടക്കം വിമാനത്തിലുണ്ടായിരുന്നു. കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ രാധാകൃഷ്ണൻ എന്നിവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 7:50 പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ 1 മണിക്കൂർ നേരം പറന്നു നിന്നു. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ വിമാനം ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. എന്താണ് ഉണ്ടായത്? സൈഫുദ്ദീൻ, ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ആദ്യം പറയേണ്ടത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ 2455 നമ്പറുള്ള വിമാനം അടിയന്തരമായിട്ട് ചെന്നൈ വിമാനത്താവളത്തിൽ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. റഡാറുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം ഇപ്പോൾ അടിയന്തരമായിട്ട് ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് 7:15 പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ 2455 വിമാനം ചില പ്രശ്നങ്ങളെ തുടർന്നുകൊണ്ട് 7:50 കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് നേരെ അത് ഡൽഹിയിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. എന്നാൽ വിമാനം പറന്നുയർന്ന് ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റിന് ശേഷം റഡാറുമായിട്ടുള്ള ബന്ധത്തിൽ ചില സാങ്കേതിക തകരാർ ഉണ്ടായതിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ എയർ സ്പേസിൽ ഏതാണ്ട് 1 മണിക്കൂറിലധികം നേരം വട്ടമിട്ട് പറന്നതിന് ശേഷം മാത്രമാണ് ഇത് ലാൻഡ് ചെയ്തത്. കാരണം വിമാനത്തിൽ ഇന്ധനം പൂർണ്ണ തോതിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. വിമാനത്തിൽ പൂർണ്ണ തോതിൽ ഈ ഇന്ധനം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇന്ധനം ഭാഗികമായി, അതായത് പകുതിയിലധികം തീർത്തതിന് ശേഷമാണ് ചെന്നൈ വിമാനത്താവളത്തിൽ വിമാനം ഇപ്പോൾ അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ വിമാനത്തിൽ VVIPs അടക്കം, അതായത് കേരളത്തിൽ നിന്നുള്ള 5 എംപിമാർ, കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ, അടൂർ പ്രകാശ്, കെ രാധാകൃഷ്ണൻ, തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നുള്ള മറ്റൊരു MP, അങ്ങനെ തുടങ്ങി നിരവധി VVIPമാർ ഉണ്ടായിരുന്ന ഒരു വിമാനം കൂടിയാണ്. എന്തായാലും യാത്രക്കാരെല്ലാവരും സുരക്ഷിതരായിട്ട് ചെന്നൈ വിമാനത്താവളത്തിൽ ഉണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 12:00 സാങ്കേതിക തകരാർ പരിഹരിച്ചുകൊണ്ട് ചെന്നൈയിൽ നിന്ന് വിമാനം ഡൽഹിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണ്. എന്താണ് വിമാനത്തിനുണ്ടായ സാങ്കേതിക തകരാർ? യാത്രക്കാരുടെ, ഇപ്പൊ MP മാരടക്കമുള്ള VVIPകളുടെയോ യാത്രക്കാരുടെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഷിജോ? എന്ന് വെച്ചാൽ ഇത് ഒരു അപകട സാധ്യത മുന്നിൽ കണ്ട ഒരു ഘട്ടത്തിൽ യാത്രക്കാർ പരിഭ്രാന്തരാവുകയോ അത്തരത്തിലുള്ള വിവരങ്ങൾ ഈ എയർപോർട്ട് അല്ലെങ്കിൽ വിമാനത്തിലെ ജീവനക്കാർ യാത്രക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ വിമാനത്തിനകത്ത്? സൈഫുദ്ദീൻ, ആദ്യം തന്നെ, അതായത് വിമാനം പറന്നുയർന്ന് ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ 1 മണിക്കൂർ വട്ടമിട്ട് പറന്ന സമയത്ത് ആ വിമാനത്തിനകത്ത് വെച്ച് തന്നെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്തത്. ഈ അനൗൺസ്മെന്റ് ഇപ്രകാരം തന്നെ കൃത്യമായിട്ട് യാത്രക്കാരെയും അറിയിക്കുകയും ചെയ്തിരുന്നു. റഡാറുമായിട്ടുള്ള ബന്ധത്തിൽ ചില സാങ്കേതിക തകരാർ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് വിമാനം അല്പസമയത്തിനകം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കും എന്നുള്ള ഒരു അനൗൺസ്മെന്റ് വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെ യാത്രക്കാർക്ക് നൽകിയിരുന്നു. അപ്പോഴും പറഞ്ഞിരുന്നത് വിമാനവും അതുപോലെ തന്നെ റഡാറും തമ്മിലുള്ള ബന്ധത്തിനകത്തുണ്ടായ സാങ്കേതിക തകരാറാണ്. അത് എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ യാത്രക്കാരെ ബോധ്യപ്പെടുത്താൻ വിമാന അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ എന്തായാലും ഒരു തകരാറുണ്ട്, അതുകൊണ്ട് ഉടൻ തന്നെ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തരമായിട്ട് ഇറക്കുകയാണ് എന്നുള്ള ഒരു അറിയിപ്പ് യാത്രക്കാർക്ക് കൊടുത്തിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും പക്ഷേ വിമാനം 7:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടിരുന്ന വിമാനം 7:55 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത്. പൂർണ്ണ തോതിൽ ഇന്ധനം വിമാനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമാനം പറന്നുയർന്ന് ഏതാണ്ട് 1 മണിക്കൂറിന് പിന്നാലെയാണ് സാങ്കേതിക തകരാറുണ്ട് എന്ന് പൈലറ്റ് തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൊടുക്കുന്നു. ആരും പരിഭ്രാന്തരാകരുത്, സുരക്ഷിതമായിട്ട് തന്നെ ലാൻഡ് ചെയ്യും എന്നുള്ള അറിയിപ്പുകൾ കൂടി കൊടുക്കുന്നു. അതിന് പിന്നാലെ ചെന്നൈ വിമാനത്താവളത്തിന് മുകളിലുള്ള എയർ സ്പേസിൽ ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റിലധികം എയർ സ്പേസിൽ പറന്ന് ഇന്ധനം ഭാഗികമായി തീർത്തതിന് പിന്നാലെയാണ് വിമാനം ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്ത വിമാനം സേഫാണ്, ഒരു കുഴപ്പവുമില്ല, യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ്. നിലവിൽ യാത്രക്കാർക്ക് ആർക്കും തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി അധികൃതർ അറിയിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 12:00 വിമാനം ചെന്നൈയിൽ നിന്ന് സാങ്കേതിക തകരാർ പരിഹരിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ എന്താണ് ഇത്തരം ഒരു സാങ്കേതിക തകരാറിന് കാരണം, എന്തുകൊണ്ട് വിമാനത്തിന് റഡാറുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതാണ്. അതിനെ സംബന്ധിച്ചുകൊണ്ട് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലൈറ്റിന്റെ യാത്ര സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടുമ്പോൾ അതിന്
പറയുന്നത് എന്തുകൊണ്ട് അൺഐഡന്റിഫൈഡ്, അതായത് കൃത്യമായിട്ടുള്ള വ്യക്തതയില്ല, എന്തുകൊണ്ട് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ 1 മണിക്കൂറിലധികം പറന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം എയർ ഇന്ത്യ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല. മുഴുവൻ യാത്രക്കാരും സുരക്ഷിതരാണ്. വിമാനത്തിന് ചില സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. 1 മണിക്കൂറിലധികം എയർ സ്പേസിൽ വട്ടമിട്ട് പറന്ന് ഇന്ധനം ഭാഗികമായി കളഞ്ഞതിന് ശേഷമാണ് വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. എന്തായാലും 12:30യോടുകൂടി വിമാനം വീണ്ടും ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അടൂർ പ്രകാശ് MP, കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ K രാധാകൃഷ്ണൻ MP, തിരുനെൽവേലിയിൽ നിന്നുള്ള MP റോബർട്ട് ക്രൂസ് അടക്കമുള്ള MP മാരുണ്ടായിരുന്നു, മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു. നിലവിൽ ഇവരെല്ലാവരും സുരക്ഷിതരാണ്. സൈഫുദ്ദീൻ.